ആകാശമോക്ഷത്തിൻ്റെ മുന്നാസ്വാദനമാണ് കുടുംബം. വിശുദ്ധ ചാവറയച്ചൻ പറഞ്ഞിരിക്കുന്ന പ്രധാന വരികളാണിത്. കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. പക്ഷേ കുടുംബം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഇടമാണ് കുടുംബം എന്ന് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം കുടുംബത്തെക്കുറിച്ചും അവിടുത്തെ ഓരോ കുടുംബാംഗങ്ങളെക്കുറിച്ചുമാണ്. കുടുംബം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും മക്കളും മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ജീവൻ പ്രദാനം ചെയ്യപ്പെടുന്ന ലൈഫ് സേർവിങ് ചെയ്യുന്ന ഒരു അടിസ്ഥാന ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? അച്ഛൻ അല്ലെങ്കിൽ ഫാദർ മദർ എന്നൊക്കെ പറയുന്ന പോലെ അച്ഛൻ മക്കളോട്, മാതാപിതാക്കൾ മക്കളോട് എങ്ങനെ പെരുമാറണം, മക്കൾ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, അവർ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, എന്തൊക്കെയായിരിക്കണം കുടുംബ ബന്ധത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ ആർജിക്കേണ്ട വസ്തുതകൾ, ഇവയെക്കുറിച്ചൊക്കെയാണ് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. കുടുംബത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് മാതാപിതാക്കളും കുട്ടികളും തന്നെയാണ്. മാതാപിതാക്കൾ കുട്ടികളുടെ മേൽ പലതരത്തിലുള്ള ഇപ്പം നമ്മുടെ പുതിയ കാലത്താണെങ്കിൽ ടോക്സിക് പാരൻറ്റിങ് എന്നൊക്കെ പറയുന്ന പോലെ പല കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും ഒരു മാതാവും പിതാവും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ വിജയത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കാനും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മത നിലനിർത്താനും മാതാവും പിതാവും മക്കളും പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും സഹവർത്തിത്വത്തോടും കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛനെ അനുകരിച്ചായിരിക്കും അല്ലെങ്കിൽ പിതാവിനെ അനുകരിച്ചായിരിക്കും മകൻ നടക്കുക. മകൻ അപ്പം ഒരു മോഡലായിട്ടുള്ള അച്ഛനാണെങ്കിൽ ഒരു നല്ല മകൻ അതിൽ നിന്ന് രൂപപ്പെടും. അതേപോലെ തന്നെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഇപ്പോൾ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും. അപ്പോൾ ജോലിയുടേതായ പ്രഷർ നമ്മുടെ കുടുംബത്തിൽ വരാൻ പാടുണ്ടോ? പാടില്ല. അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കും. അതേപോലെ തന്നെ അമ്മമാർ, ഭാര്യമാർ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽ പെടുന്ന സ്ത്രീജനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയാണെങ്കിൽ അവർ നമ്മളിൽ നിന്ന് എന്തൊക്കെയായിരിക്കും ആഗ്രഹിക്കുക? സ്നേഹം, സമാധാനം, അല്ലെങ്കിൽ അവർക്ക് അർഹിക്കേണ്ട പരിഗണന, ഇതൊക്കെയാണ് കിട്ടുക. നമ്മൾ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് ഒരു മുന്തിരിവള്ളിക്ക് സമാനമാണ്. മുന്തിരിവള്ളിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? മുന്തിരിച്ചെടി വളർന്ന് വലുതാകുമ്പോൾ അത് സ്വന്തമായി നിലനിൽക്കാൻ, അതിന് നിവർന്നു നിൽക്കാനാവില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? അതിനൊരു താങ്ങ് ആവശ്യമാണ്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ അത് ചില സമയങ്ങളിൽ അതിന് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കുടുംബത്തിലെ ബന്ധങ്ങളെ കറക്റ്റ് ചെയ്യേണ്ടത് പോലെ തന്നെയാണ് മുന്തിരിച്ചെടികളിലെ ശാഖകളെ നമുക്ക് വെട്ടി ഒരുക്കി അതിനെ മികവുറ്റതാക്കി മാറ്റേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് കുടുംബ ബന്ധങ്ങൾ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയുമായ രീതിയിൽ ചില കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഫാമിലി ഈസ് എ സ്ഫിയർ ഓഫ് ലൈഫ് ആൻഡ് ലവ്. കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് സ്നേഹത്തിലെയും ജീവനിലും നിലനിൽക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് പേരൻ്റൽ ബിഹേവിയർ. ഡയമെൻഷൻസ് ഓഫ് പേരൻ്റൽ ബിഹേവിയർ എന്ന് പറയുന്നത് പ്രധാനമായും ഒരു കുടുംബത്തിൻ്റെ നല്ല രീതിയിലുള്ള വികസനത്തിന് അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരെണ്ണമാണ്. ഡയമെൻഷൻ ഓഫ് പേരൻ്റൽ ബിഹേവിയറിനെ നമുക്ക് 4ആയിട്ട് തിരിക്കാവുന്നതാണ്. ഒന്ന് കൺട്രോൾ എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് കുട്ടികളുടെ മേലുള്ള ആധികാരികതയാണ്. ആധികാരികത എന്ന് പറയുമ്പോൾ അവരെ ശിക്ഷിക്കാൻ മാത്രമല്ല രക്ഷിക്കാനും കൂടിയുള്ള ഒരു ആധികാരികത അല്ലെങ്കിൽ കൺട്രോളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്നിപ്പം നമ്മുടെ കുഞ്ഞു കാലങ്ങളിൽ നമ്മൾ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാതിരിക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം എന്താണ്? അതിന് നമ്മൾ അത് ചെയ്യരുത്, ഇത് ചെയ്യാവോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ശരിക്കും യഥാർത്ഥ മാതാപിതാക്കൾ കുട്ടികളെ കൃത്യമായ രീതിയിൽ നിയന്ത്രിച്ച് അവരെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുക. അതായത് അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാരിക്കോരി കൊടുക്കുക എന്നുള്ളതല്ല അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. എങ്കിലും അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതുമല്ല നമ്മുടെ കൺട്രോളിൻ്റെ അകത്ത് വരിക. നമ്മൾ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് കൺട്രോളിൽ വരിക. കുട്ടികളെയും ബഹുമാനിക്കുക. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, അവരുടേതായ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ അവരെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കരുത്. കുട്ടികളുടെ സ്വപ്നങ്ങൾ, അവരുടെ ആഗ്രഹങ്ങളും
നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളാക്കി മാറ്റി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഉത്തമരായ ഒരു മാതാപിതാക്കളായിട്ട് മാറുക. മാതാപിതാക്കളുടെ റെസ്ട്രിക്റ്റ്നെസ് അല്ലെങ്കിൽ അവരുടെ ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുന്നത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടേതായ സുഹൃത്തുക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ അടുത്തേക്ക് പോവുക, അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങളിലോട്ട് പുറപ്പെടാൻ നമ്മൾ മാറി ചിന്തിക്കുവാനും അല്ലെങ്കിൽ വഴുതി വീഴാനുള്ള സാധ്യതകൾ ഒത്തിരി കൂടുതലാണ് ഇന്നത്തെ കാലത്ത്. പേരൻസ് എന്ന് പറയുന്നത് അഫെക്ഷനുള്ള അല്ലെങ്കിൽ സ്നേഹബന്ധത്തിൻ്റെയും കെയറിങ്ങിൻ്റെയും ഒരു ആൾ രൂപമായിരിക്കണം പേരൻസ് എന്ന് പറയുന്നത്. തിരിച്ചും ആ സ്നേഹവും ആ കരുതലും ആ സഹവർത്തിത്വവും നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ കുട്ടികളിൽ നിന്ന് മാതാപിതാക്കളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സ്നേഹത്തിൻ്റെയും കരുതലും ഇപ്പോൾ നിലവിൽ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥകളിൽ ഇല്ലാതെ വരുന്നതിൻ്റെ ഫലമായിട്ടാണ് എണ്ണമറ്റ വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടി വരുന്നത്. നമ്മുടെ മാതാവും പിതാവും നമ്മളുടെ അവരോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ സ്നേഹത്തിനുള്ള കരുതൽ ഇന്നില്ലാതെ വരുന്നത് കൊണ്ടാണ് ഈ വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടുന്നത്. ചെറുപ്പകാലത്ത് നമ്മുടെ മാതാപിതാക്കൾ വിചാരിക്കുകയാണ് അവരവരുടേതായ രീതിയിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കി വിട്ടാൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നിരിക്കും ഇന്ന്. അപ്പോൾ നമ്മളെ കണ്ടു വളരുന്ന നമ്മുടെ കുട്ടികൾ നമ്മുടെ മാതാപിതാക്കളോട് എന്ത് ചെയ്യുന്നു അതനുസരിച്ചിട്ടായിരിക്കും അവർ നമ്മളോടും ചെയ്യുക. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ തീർച്ചയായും നമ്മളെയും സ്നേഹിക്കും. ആ സ്നേഹമാണ് കുടുംബ ബന്ധങ്ങളെ നിലനിർത്തുന്നത്. ഇനി കുടുംബ ബന്ധങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മളൊരു കാര്യം തുറന്നു പറയുകയും തുറന്ന് കേൾക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. നമുക്കൊരു വിഷമം വന്നു അല്ലെങ്കിൽ നമ്മൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ബന്ധം കുടുംബങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരികയും നമ്മുടെ ആ സ്നേഹത്തിൽ നിലനിൽക്കുകയും ചെയ്യും. നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് അതിലൂടെ നമുക്ക് നേടിയെടുക്കാനാവുക. സ്നേഹം പൂത്തുലയുന്ന ഇടമാണ് കുടുംബമെന്നാണ് പ്രമുഖനായ തത്വശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് വിനിഗർ എന്ന് പറയുന്ന ആൾ പ്രതിപാദിച്ചിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിലൂടെയുള്ള സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പരം കരുതലിൻ്റെയും ഒരു ഇടമായിട്ടാണ് കുടുംബം മാറുന്നത്. നമ്മൾ എവിടെ പോയാലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ഇടം എന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബത്തിൻ്റെ വിവിധ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ക്വാളിറ്റി ഓഫ് മാരിറ്റൽ ലൈഫ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പരസ്പരം വിശ്വാസമില്ലാത്തതാണ് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിനുള്ള പ്രധാന കാരണമായിട്ട് അറിയപ്പെടുന്നത്. നമുക്കൊരാൾ വിശ്വാസമുണ്ടെങ്കിൽ മറ്റുള്ളവരും നമുക്കൊന്നും ഒളിച്ചു വയ്ക്കാനില്ലെങ്കിൽ നമ്മുടെ വിശ്വാസികത കൂടുകയാണ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ ഒക്കെ പാസ്വേഡ് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് നമ്മൾ നമ്മുടെ പങ്കാളിക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളിൽ എന്തുണ്ടാവില്ല, നമുക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. അപ്പം നമ്മളുടെ വിശ്വാസ്യത കൂടുകയാണ് ചെയ്യുന്നത്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു പുതുയുഗത്തിനായി പരസ്പരം സ്നേഹിച്ചും സഹവർത്തിത്വത്തിലും ആശ്രയിച്ചുകൊണ്ടും ജീവിക്കാനുള്ള കരുതലാണ് നമ്മുടെ കുടുംബങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സന്തോഷവതികളുമായിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുടുംബജീവിതത്തിൽ മുന്നേറാനായിട്ട് കഴിയും. കുടുംബജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഒന്നാണ് ഈഗോ എന്ന് പറയുന്നത്. ഞാനാണ് വലുത് അല്ലെങ്കിൽ നീയാണോ വലുത് എന്ന് പറയുന്ന ഈഗോ, അല്ലെങ്കിൽ ഞാൻ വലുത് നീ ചെറുത്, അങ്ങനെയില്ല. പരസ്പരമായിട്ടുള്ള ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ പരസ്പരം പൂരിതങ്ങളായി വർത്തിക്കണമെന്നാണ് പറയപ്പെടുന്നത്. ചില കുറവുകൾ നമുക്കുണ്ടാവാം, ചില കൂടുതലുകൾ നമുക്കുണ്ടാവാം. ആ കൂടുതലിനെ കുറവുകളെയും സമമാക്കി മാറ്റുന്ന അവസ്ഥയിലാണ് കുടുംബ ബന്ധങ്ങൾ ഊഷ്മളവും സമാധാനപരവുമായി വരിക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.